നമ്മൾ ഊഹിക്കുന്നത് പോലല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കി തന്ന ഒരു ദിവസം ചെയ്ത വർക്കായിരുന്നു കേട്ടോ ഇത്. അപ്പം നോർമലി ഞാൻ നമ്മുടെ വിപ്പിംഗ് ക്രീം സൂക്ഷിക്കുന്നത് ഫ്രീസറിലാണ്. എന്നിട്ട് ആവശ്യാനുസരണം എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റും. അത് അവിടെ ഇരുന്ന് മെൽറ്റാവും. പിന്നെ അത് ബീറ്റ് ചെയ്ത് ഉപയോഗിക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഫ്രീസറിൽ ക്രീം ഇരിപ്പുണ്ട് എന്നുള്ള ഊഹത്തിൽ ഫ്രിഡ്ജിൽ ബാലൻസ് ഇരുന്ന ക്രീമും കൂടെ എടുത്ത് ഉപയോഗിച്ചു. അത് തീർന്നു പോയി പെട്ടെന്ന്. ആകപ്പാടെ കുറച്ച്, അതായത് എനിക്ക് ഗനാഷയ്ക്കുള്ള ക്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ക്രം കോട്ട് തലേന്ന് തന്നെ ക്രം കോട്ടും ഫൈനൽ കോട്ടും ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഡിസൈൻ ചെയ്യാനുള്ള ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ക്രീം ഇല്ല എന്നുള്ള കാര്യം. പിന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു 2-3 കേക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ഫിനിഷ് ചെയ്യണമെങ്കിൽ പുതിയ ക്രീം വേണം. പിന്നെ ഒന്നും നോക്കിയില്ല, രാവിലെ തന്നെ അടൂർ പോയി ക്രീം വാങ്ങിക്കൊണ്ട് വീട്ടിൽ വന്നു. അപ്പം കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ഉമേഷണ്ണായിരുന്നു കേട്ടോ. അപ്പോൾ ഉമേഷണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് കേക്ക് എടുക്കാൻ വരുമെന്നായിരുന്നു. അങ്ങനെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 10 മണി എന്നുള്ളത് 11 മണിയാക്കി. 11 മണിക്കാട്ടോ കേക്ക് ഡെലിവറി ചെയ്തത്.